നമുക്കിന്ന് കുറച്ച് കക്കയിറച്ചി കിട്ടി കേട്ടോ. നമ്മളിപ്പോ ഫ്രൈ ആക്കിയിട്ടുണ്ട്, പല രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇന്ന് നമുക്ക് ഇതൊന്ന് തോരൻ വെച്ചാലോ? തേങ്ങയൊക്കെ ചേർത്തിട്ട്. ഇത് ചെറിയ കക്കയിറച്ചിയാണ്, അപ്പൊ അത് തോരൻ വെച്ചാൽ നല്ല രസമായിരിക്കും. നല്ല വൃത്തിക്ക് കഴുകി പിഴിഞ്ഞ് അതിന്റെ ഇതെല്ലാം കളഞ്ഞ് വേസ്റ്റ് എല്ലാം കളഞ്ഞ് കൊണ്ടുവന്ന് വെച്ചേക്കുക കേട്ടോ. പിന്നെ നമ്മൾ എടുത്തേക്കുന്നത് ഒരു മുറി തേങ്ങയുണ്ട്, 2 സവാള, കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ നമ്മളുടെ എരിവിന് ആനിയമ്മയുടെ കാന്താരി പൗഡറാണ്. നമുക്കിപ്പൊ കാന്താരി കിട്ടാനില്ലല്ലോ, അപ്പൊ ഈ കാന്താരി പൗഡർ നല്ല ഉപകാരമാണ് ഏത് കറിക്കും. ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ നമുക്ക് ചേർക്കാറ്. അപ്പൊ എന്താ, ഞാനൊരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. വായോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന 2 സവാള, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പ്, ഒന്ന് വഴരട്ടെ. നമുക്ക് ഇത് 2-3 രീതിയിൽ ഈ തോരൻ വെക്കാം കേട്ടോ. പിന്നെ നമ്മള് സാധാരണ മീനൊക്കെ പീര വെക്കുന്ന പോലെ കാന്താരിയും ചെറിയുള്ളി, ഇഞ്ചിയും, വെളുത്തുള്ളിയും എല്ലാം കൂടെ ചേർത്ത് ഒതുക്കി എടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കാം. പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടെ, തേങ്ങ എല്ലാം കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അങ്ങനെ ഏത് രീതി വേണേലും എടുക്കാം. ഇതിപ്പം ഞാൻ ഇച്ചിരി അല്ലേ ഉള്ളൂ, അപ്പൊ നമുക്ക് 2 സവോളയൊക്കെ ചേർത്താല് എല്ലാവർക്കും ഒന്ന് കഴിക്കാൻ വേണ്ടേ, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോഴും നല്ല രസമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി നോക്കിക്കോ. ഇത് ഒന്നും കൂടെ നല്ലതാ. പിന്നെ നമ്മുടെ മറ്റേ മീൻ പീര വെക്കുന്ന പോലെ അങ്ങനെ വെക്കാം. കാന്താരിപ്പൊടി ഇല്ലെങ്കിൽ പച്ചമുളക് ചേർക്കാം, ഇല്ല എങ്കിൽ സാധാ മുളക് പൊടിയും ചേർക്കാം കേട്ടോ. സവോള ഒന്ന് വാടി വന്നപ്പോഴേ ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി നിർബന്ധമാട്ടോ. ഗ്യാസ് ഒക്കെ ഉള്ളവർക്കൊക്കെ ആണെങ്കിൽ, ഗ്യാസ് ട്രബിളിന്റെ പ്രശ്നമൊക്കെ ഉള്ളവർക്ക് ഇഞ്ചി, വെളുത്തുള്ളി ഈ ചക്കയ്ക്ക് കൂടുതൽ വേണം. കക്കയിറച്ചി നല്ല സാധനമാണെങ്കിലും യൂറിക് ആസിഡ് ഒക്കെ ഉള്ളവർ കഴിക്കരുത് കേട്ടോ. അവർക്ക് ഇത് എതിരാ. കാൽസ്യം കൂടുതലുള്ളതല്ലേ. ഒരു പ്രാവശ്യമൊക്കെ കിട്ടുമ്പം കഴിച്ചു, കുഴപ്പമില്ല. നമുക്കിപ്പൊ ഇത് എല്ലായിടത്തും കിട്ടും കേട്ടോ. ഞാൻ വിചാരിച്ച ചൈനാശ്ശേരിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട്, നാട്ടിലോട്ടൊക്കെയാണ്. പക്ഷെ നമ്മുടെ ഇവിടെ മാളുകളിലും അതുപോലെ തന്നെ ഇവിടെ കൊണ്ടുവരികയും ഫിഷ് മാർക്കറ്റിലും ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇത് കിട്ടുന്നുണ്ട് ഇഷ്ടം പോലെ. ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട്, പച്ചച്ചവയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കണേ, 1/2 സ്പൂൺ മതി. കാന്താരിപ്പൊടിയാണ് മെയിൻ ചേർക്കുന്നത്. എരിവിന് പാകത്തിന് നോക്കിയിട്ട് ചേർക്കണം കേട്ടോ. നല്ല അടിപൊളി കാന്താരിപ്പൊടിയാണ്. നമ്മുടെ ലീഫി കേരള ആനിയമ്മയുടെയാണ്. ഓർഡർ കൊടുത്താൽ വിളിച്ച നമ്പർ എല്ലാവർക്കും അറിയാലോ. ഓർഡർ കൊടുത്താൽ അവള് സാധനം അയച്ചു തരും. അതുപോലെ തന്നെ ഇതിനകത്ത് ചേർക്കുന്നത് നമ്മുടെ പെരുംജീരകത്തിന്റെ പൊടിയാ കേട്ടോ. അതും ഇട്ട് ഒന്നും കൂടെ ഇളക്കാം. ഇനിയും കഴുകി വെച്ചിരിക്കുന്ന കക്ക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് കക്ക വേകാനുള്ള വെള്ളം ഒഴിക്കണേ. കക്കയിറച്ചി ഒരുപാട് വെള്ളം വേണ്ട, എന്നാലും വേകാനുള്ള വെള്ളം മതി. നമുക്ക് മൂടി വെച്ച് വേവിക്കാം. തേങ്ങ ഇത് കഴിഞ്ഞിട്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് കക്കയിറച്ചി എന്തായാലും ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്നത് തേങ്ങാപ്പീരയാണ്. അങ്ങനെ തന്നെ മൂടി വെച്ച് ഒന്നും കൂടെ ഒന്ന് ആയിക്കോട്ടെ. 2 കറിവേപ്പിലയും കൂടെ അങ്ങോട്ടിട്ടേക്കാം. നമ്മുടെ കക്കയിറച്ചി തോരനൊന്ന് നോക്കിയാലോ. വെള്ളമൊക്കെ വറ്റി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കാവേ. ഒരു പിഞ്ച് ഉപ്പും കൂടെ വേണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്ന എന്നാന്നറിയോ, എന്താ, ഒരു ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. കടുക് താളിക്കേണ്ടവർക്ക് താളിക്കാം, പക്ഷെ ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുന്നതേ ഉള്ളൂ. അതാണ് അതിന്റെ ഒരു രസം. ഒരു ഇച്ചിരി കറിവേപ്പിലയും കൊണ്ട് ഇട്ടേക്കാം. മൂടി വെച്ച് സ്റ്റൗ ഒക്കെ അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇനി ഒരു 2 മിനിറ്റ് അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഇളക്കി കൂട്ടി ഇങ്ങെടുത്താൽ മതി. നല്ല അടിപൊളി ഒരു കക്കയിറച്ചി തോരൻ ഇവിടെ റെഡിയായി. ചോറിന്റെ കൂടെ കഴിക്കാൻ നല്ല സൂപ്പറാണ്. അതുപോലെ തന്നെ കൊഴുക്കട്ട ഉണ്ടാക്കത്തില്ല, നമ്മള് ശർക്കരയും തേങ്ങയും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന കൊഴുക്കട്ട, അതിന്റെ ഉള്ളില് ഫില്ലിങ്സ് ആയിട്ട് വെക്കാം, സാൻഡ്വിച്ചിന്റെ കൂടെ വെക്കാം. നിങ്ങൾക്ക് പിള്ളേർക്ക് 4 മണിക്ക് എങ്ങനെയൊക്കെ കൊടുക്കാം, ചപ്പാത്തിക്കകത്ത് റോൾ ചെയ്ത് കൊടുക്കാം, ഒക്കെ ചെയ്യാം. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നത് കൊഴുക്കട്ടയ്ക്കകത്ത് വെക്കും. നല്ല ടേസ്റ്റാ. ഉണ്ടാക്കി നോക്കിക്കോ, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ഇതാ കണ്ടോ, ഇളക്കി കൂട്ടി ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് മാത്രം മതി ചോറുണ്ട്. കക്കയിറച്ചി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാരും ഉണ്ടാക്കി നോക്കിക്കോ, അഭിപ്രായങ്ങൾ പറഞ്ഞു. ഞാനിപ്പോ 2-3 ഡിഷുകൾ ഉണ്ടാക്കുന്ന പറഞ്ഞില്ലേ, എല്ലാരും ഉണ്ടാക്കി നോക്കിക്കോ. കൊഴുക്കട്ടയ്ക്കകത്ത് വെച്ചോ, സൂപ്പർ ടേസ്റ്റ് ആട്ടോ. അപ്പൊ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും. ബൈ.